റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. ലിബി സജീന്ദ്രൻ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഒരു പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ആണ്. രണ്ട് സാധ്യതകൾ. അതിൽ ജോസ് കെ മാണിയെ സോണിയാഗാന്ധി ഇടപെട്ട്, ഹൈക്കമാൻഡ് ഇടപെട്ട് UDF എത്തിക്കാനുള്ള ശ്രമം തുടരുന്നതിനിടയിൽ റോഷി അഗസ്റ്റിൻ ഇപ്പോൾ തുടരുമെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വരുന്നു. ലിബി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത എത്രമേൽ ഇമ്പാക്റ്റ് ഉള്ളതാണ്, എത്രമേൽ പൊളിറ്റിക്കൽ ആഘാതമുള്ളതാണ്. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ജോസ് കെ മാണി മാറിയാൽ 5 MLA-മാരുള്ള ജോസ് കെ മാണിയിൽ 4 MLA-മാരും ജോസ് കെ മാണിക്കൊപ്പം LDF വിട്ടാൽ അതുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് ചെറുതല്ല. ആരുടെ നീക്കങ്ങളാണ് ഫലം കാണുന്നത്? മധ്യമേഖല ജാഥ നയിക്കാൻ ജോസ് കെ മാണി ഉണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കാമോ? 16 സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തീരുമാനമാകുമോ? ലിബി സജീന്ദ്രൻ. ഡോക്ടർ അരുൺ, അടുത്ത മാസം 6 മുതൽ 13 വരെയാണ് LDFന്റെ മധ്യമേഖല ജാഥ. അത് ആറന്മുളയിൽ തുടങ്ങി അങ്കമാലിയിലാണ് അവസാനിക്കുന്നത്. ഈ ജാഥയുടെ ക്യാപ്റ്റനായി ജോസ് കെ മാണിയാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ജാഥ ക്യാപ്റ്റനാകാൻ ഇല്ല എന്നുള്ള സൂചനയാണ് ജോസ് കെ മാണി ഈ ഘട്ടത്തിൽ നൽകുന്നത്. പ്രൊഫസർ N ജയരാജിനോട് ജാഥ നയിക്കാൻ ജോസ് കെ മാണി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ജോസ് കെ മാണി ജാഥയിൽ നിന്ന് പിന്മാറിയാൽ, അതിനിടയിൽ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദമുണ്ടായി ജാഥയുടെ തുടക്കത്തിലെങ്കിലും ജോസ് കെ മാണി ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇനി അറിയേണ്ടിയിരിക്കുന്നു. എങ്കിലും അതിനുള്ള വിമുഖത അറിയിച്ചു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും സുപ്രധാനം. ജാഥയുടെ തുടക്കത്തിൽ വന്നാൽ പോലും ഈ 12 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ജാഥയിൽ ജോസ് കെ മാണി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നൽകുന്ന സൂചന. ഏതായാലും പ്രൊഫസർ N ജയരാജിനോട് ജാഥ ക്യാപ്റ്റനാകാൻ ജോസ് കെ മാണി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ഇത് നൽകുന്ന സൂചന ഏറ്റവും നിർണായകമായ സമയമാണ്. ഇത് രാഷ്ട്രീയപരമായി തിരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. ഈ സമയത്ത് മുന്നണി വിട്ട് LDF വിട്ട് UDF-ലേക്ക് കേരള കോൺഗ്രസ് എം വരുമോ എന്നുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യത്തിനുള്ള ആദ്യ ഉത്തരമാകുമോ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കാര്യം. ഈ മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻസി ഏൽക്കാൻ തയ്യാറല്ല എന്നുള്ള സൂചന ജോസ് കെ മാണി നൽകുന്നതിലൂടെ. ഏതായാലും മറ്റൊരു കാര്യവുമുണ്ട് ഈ ഘട്ടത്തിൽ. ഇത്തരത്തിൽ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും UDF-ലേക്ക് വരികയാണെങ്കിൽ രാഷ്ട്രീയപരമായി മധ്യ കേരളത്തിൽ വലിയ മുന്നേറ്റം UDF-ന് ഉണ്ടാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്നതുകൊണ്ട് കേരള കോൺഗ്രസ് എം LDF-ൽ നിന്നതുകൊണ്ട് ക്രൈസ്തവ വോട്ടുകൾ മുഴുവനായി സമാഹരിക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ കരുതിയതുപോലെ സമാഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നതിന്റെ ഉത്തരം ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനും ലഭിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ UDF-ലേക്ക് വരികയാണെങ്കിൽ അത് രാഷ്ട്രീയപരമായി ബുദ്ധിപരമായ ഒരു തീരുമാനം എന്നുള്ള കണക്കുകൂട്ടൽ കേരള കോൺഗ്രസ് എമ്മിലെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ ഈ സമയത്തുണ്ട്. അതുമാത്രമല്ല, അണികൾക്കും ആ വികാരമുണ്ട്, പ്രാദേശിക തലത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച ഇത്രയും ശക്തി പ്രാപിക്കുന്നതും അതിന്റെ സൂചനകളൊക്കെ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നതും. ഡോക്ടർ ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. TV പ്രസാദും റോഷിപാലുമുണ്ട്. ലിബി സജീന്ദ്രൻ ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. ലിബി, ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് 5 സീറ്റുകൾ ആണ് നിലവിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുള്ളത്. കഴിഞ്ഞ തവണ 12 സീറ്റുകളിൽ മത്സരിച്ചു, 5 വിജയം കണ്ടു. 5-ൽ 4 പേർ ജോസ് കെ മാണിക്കൊപ്പം നിൽക്കും എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. N ജയരാജനും സെബാസ്റ്റ്യൻ കുളത്തിങ്കലും പ്രമോദും അടക്കം ജോബ് മൈക്കിളും അടക്കമുള്ള 4 MLA-മാർ ജോസ് കെ മാണിക്കൊപ്പം നിൽക്കും. ബാക്കി റോഷി അഗസ്റ്റിന് മാത്രമാണ് ഇക്കാര്യത്തിലൊരു വിയോജിപ്പ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വന്ന റോഷി അഗസ്റ്റിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെയും നമ്മൾ ആ വിയോജിപ്പിന്റെ ഒരു സൂചനയായിട്ട് വേണമോ കാണാൻ, ലിബി? ഡോക്ടർ വേണമെങ്കിൽ അതിനെ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. കാരണം ഈ ഒരു വാർത്ത വരുന്നു, അതായത് UDF-ലേക്ക് വരുമോ, അതിൽ തന്നെ ആശയക്കുഴപ്പം കേരള കോൺഗ്രസ് എമ്മിനുള്ളിലുണ്ടോ, റോഷി അഗസ്റ്റിന് മാത്രം വ്യത്യസ്തമായ ഒരു അഭിപ്രായമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകൾ വരുന്ന സമയത്താണ് സമൂഹ മാധ്യമത്തിലൂടെ തുടരും എന്നൊരു കുറിപ്പ് റോഷി അഗസ്റ്റിന് ഇട്ടിരിക്കുന്നത്. തുടരും എന്ന് പറയുമ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDF മുന്നണിയിൽ ഒരുമിച്ച് തുടരും എന്നതാണോ, ആരൊക്കെ വിട്ടുപോയാലും താൻ മാത്രം തുടരും എന്നതാണോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടതുള്ളത്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും UDF-ന്റെ ഭാഗത്ത് നിന്ന് കേരള കോൺഗ്രസ് എം വരുന്നതിന് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, ഇത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങളും UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തീരുമാനം എടുത്താലും റോഷി അഗസ്റ്റിന്റെ തീരുമാനം എന്താകും എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഈ ഘട്ടത്തിലുള്ളത്. തുടരും എന്നുള്ളൊരു കുറിപ്പിന് ഏത് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കണം എന്നുള്ളത് 2-3 ദിവസങ്ങൾക്കുള്ളിൽ അറിയാം. 16-നാണ് കോട്ടയത്ത് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നത്. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി കേരള കോൺഗ്രസ് എമ്മിന്റെ ചേരുമ്പോൾ അതിൽ സ്വാഭാവികമായും ഇത് തന്നെയായിരിക്കും പ്രധാന ചർച്ചാ വിഷയം. ഇതിനുള്ള ഉത്തരവും 16-ന് കോട്ടയത്ത് രാവിലെ 10 മണിക്കാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കൃത്യമായി ഈ നിലപാടുകളൊക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടാകും. ഏതായാലും 2-3 ദിവസങ്ങൾക്കുള്ളിൽ കേരള കോൺഗ്രസ് എം LDF വിട്ട് UDF-ലേക്ക് വരികയാണോ എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന തന്നെ ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്ടർ അരുൺ. ഓക്കെ.
ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പമുണ്ട്. ടി വി പ്രസാദ്, ഇതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ചെറുതായിരിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 4 MLA മാർ ജോസ് കെ മാണിക്കൊപ്പം നിൽക്കുകയും റോഷി അഗസ്റ്റിൻ ഒറ്റയ്ക്ക് LDF-ൽ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? അങ്ങനെ തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. അരുൺ, തുടരും എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടരും, ഒപ്പം LDF-നൊപ്പം ഞാനും തുടരും എന്നുള്ളതാണ് റോഷി അഗസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്കുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി എന്നുള്ളത് അത് റോഷി അഗസ്റ്റിനെ മാത്രം മന്ത്രിയാക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ജോസ് കെ മാണിക്ക് അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ റോഷി അഗസ്റ്റിനാണ് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായത്, മന്ത്രിയാകാനുള്ള ഭാഗ്യം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ LDF-മായി ചേർന്ന് നിൽക്കാൻ തന്നെയായിരിക്കും റോഷി അഗസ്റ്റിൻ്റെ തീരുമാനം എന്നാണ് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വിവരിച്ചതുപോലെ കടുത്ത സമ്മർദ്ദം സഭാ നേതൃത്വത്തിൻ്റെ അടക്കം ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ വർഷം ഒരുപക്ഷെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലടക്കം ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ടായ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ UDF ഭരണമാണ് വരാൻ പോകുന്നത് എന്നൊരു സൂചനയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ പെട്ടെന്നുള്ള ഇങ്ങനൊരു മനമാറ്റത്തിലേക്ക് പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അരുൺ, വന്യജീവി ആക്രമണം രൂക്ഷമായിരുന്ന സമയത്ത് ആ സമയത്ത് ഒരു വലിയ ചർച്ചയുണ്ടായിരുന്നു ജോസ് കെ മാണി മുന്നണി വിടുമെന്ന്. അതുകൊണ്ട് തന്നെ പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു കത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക്. പിന്നീട് സർക്കാർ ഈ പറയുന്ന ജോസ് കെ മാണിയുടേത് ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ വളരെ ഗൗരവമായി എടുത്തതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ അന്നൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ ജോസ് കെ മാണിക്കും കൂടെയുള്ളവർക്കും കഴിഞ്ഞതുമില്ല. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF-നെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്തിത്വത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. കാരണം കഴിഞ്ഞ 2 തവണയും കൈവിട്ടു പോയ ഭരണം ഇനി ഒരിക്കൽ കൂടി കൈവിടുക എന്നുള്ളത് അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ തിരിച്ചു കൊണ്ടുവന്നാൽ അത് വലിയ ഗുണം മധ്യ കേരളത്തിൽ ഉണ്ടാക്കുമെന്ന വിലയിരുത്തൽ പൊതുവിൽ കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിനോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഒരു വിഭാഗം സഭകളെല്ലാം അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും എന്ന കാര്യവും അറിയാം. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ എങ്ങനെയെങ്കിലും UDF-ൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം തന്നെ ചില സഭാ നേതൃത്വത്തിനുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ജോസ് കെ മാണിയും കൂടെ നിൽക്കുന്നവരും LDF-ൽ നിന്ന് UDF-ലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വരാനിരിക്കുന്ന മേഖലാ ജാഥകൾ. ആ മേഖലാ ജാഥകൾ LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണത്തിൻ്റെ തുടക്കം കൂടിയാണ്. അങ്ങനെ മധ്യ കേരളത്തിലെ ജാഥ നയിക്കാൻ ജോസ് കെ മാണിയെ ചുമതലപ്പെടുത്തുമ്പോൾ LDF ഉദ്ദേശിച്ചിട്ടുണ്ടാവുക മധ്യമേഖലയിലെ പ്രധാനപ്പെട്ട വോട്ടുകളെല്ലാം പിടിക്കുക, കഴിഞ്ഞ വർഷത്തേതിലും കൂടുതൽ മികച്ച ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അക്കാര്യത്തിലാണ് ജോസ് കെ മാണി പുറകോട്ട് പോകുന്നത്. ജാഥ നയിക്കാൻ ഞാനില്ല എന്ന നിലപാട് ഏതാണ്ട് എടുത്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നവരും. കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല ഭാഗങ്ങളിലേക്കും കൂടുമാറുകയും പലപ്പോഴും അത് തകരാറിലാവുകയും ഒക്കെ ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. നമുക്കറിയാം, പലതവണ വിഘടിക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ വിഘടിച്ച് ശക്തി കൂടുന്ന പാർട്ടിയാണ് എന്ന് പോലും പലപ്പോഴും കേരള കോൺഗ്രസിനെ കുറിച്ച് പറയാറുണ്ട്. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് UDF-ന് ആവശ്യമാണ് ജോസ് കെ മാണിയെയും കൂട്ടരെയും. അതുകൊണ്ട് ജോസ് കെ മാണിയെ LDF-ൽ നിന്ന് അടർത്തിക്കൊണ്ടുപോകാനുള്ള നീക്കം നടത്തുമ്പോഴാണ് റോഷി അഗസ്റ്റിൻ ആ പരിപാടിക്ക് ഞാനില്ല എന്ന് പറയുന്ന രീതിയിൽ അതേ സമയത്ത് സാമൂഹിക മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇടുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് ഒപ്പം നിൽക്കുന്ന പോസ്റ്റിൽ തുടരും എന്ന് പറയുന്ന പോസ്റ്റുമായി മുന്നോട്ട് പോകുന്നത്. ഉറപ്പായും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കേരളത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചലനമാണ് ജോസ് കെ മാണി UDF-ലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് ഏതാണ്ട് തീരുമാനമായി എന്നുള്ളതാണ് ഈ പറയുന്ന മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.